ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത് എന്ന് കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് അരുളി ചെയ്തിരുന്നു. ലോകസ്നേഹം ദൈവത്തോടുള്ള ശത്രുത്വം ആകുന്നു എന്ന് അപ്പോസ്തലന്മാരും സഭയെ പഠിപ്പിച്ചിരുന്നു. എന്നാൽ ഇന്ന് ലോകത്തോട് സഭ അനുരൂപപ്പെടുന്നു എന്നുള്ളത് വളരെ ദുഃഖകരമാണ്. ലോകത്തോട് അനുരൂപപ്പെടാതെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടേണ്ടവരാണ് ക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട എല്ലാ ദൈവമക്കളും. ഈ കാര്യങ്ങളെ സംബന്ധിച്ച് കൂടുതൽ വചനസത്യങ്ങൾ മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് കഴിഞ്ഞ ദിവസം മുതൽ യൂദായുടെ ലേഖനം നാം പഠിക്കുവാനായിട്ട് ആരംഭിച്ചത്. എന്തുകൊണ്ടാണ് യൂദ ഒരു ലേഖനം എഴുതുവാൻ താല്പര്യപ്പെട്ടത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം യൂദായുടെ ലേഖനം 3-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. പ്രിയരെ, നമുക്ക് പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നവും ചെയ്യുകയിൽ വിശുദ്ധന്മാർക്കൊരിക്കലായി ഭരമേൽപ്പിച്ചിരുന്ന വിശ്വാസത്തിനു വേണ്ടി പോരാടേണ്ടതിന് പ്രബോധിപ്പിച്ചെഴുതുവാൻ ആവശ്യം എന്ന് എനിക്ക് തോന്നി. വാസ്തവത്തിൽ ഈ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എഴുതുവാൻ യൂദ ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല, അതിനുവേണ്ടി തയ്യാറെടുത്തു വരുന്നുമില്ല. താൻ എഴുതുവാൻ ആഗ്രഹിച്ചത് പൊതുവിലുള്ള രക്ഷയെക്കുറിച്ചാണ്. പൊതുവിലുള്ള രക്ഷ എന്ന് പറയുമ്പോൾ അതിന് വിശാലമായ അർത്ഥങ്ങളാണുള്ളത്. എല്ലാ മനുഷ്യർക്കും ലഭ്യമാകുന്ന, യേശുക്രിസ്തുവിൽ കൂടി ലോകത്തിലുള്ള സകല മനുഷ്യർക്കും ദാനമായിട്ട് ലഭിക്കുന്ന രക്ഷയുടെ നാനാവശങ്ങളെക്കുറിച്ച്, എങ്ങനെ രക്ഷിക്കപ്പെടണം, ആർക്കാണ് രക്ഷ ആവശ്യമുള്ളത്, രക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക, രക്ഷയ്ക്കുള്ള മാർഗം എവിടെയാണ്, പ്രവൃത്തികളാൽ രക്ഷ പ്രാപിക്കുവാൻ പറ്റുമോ, ഇങ്ങനെ രക്ഷയെ സംബന്ധിച്ചുള്ള, പൊതുവായ രക്ഷയെ സംബന്ധിച്ചുള്ള ആളുകളുടെ മനസ്സിൽ ഉള്ള സംശയങ്ങളെ നിവാരണം ചെയ്യുവാൻ ആഗ്രഹിച്ചിരുന്ന യൂദ. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ ഞാൻ സകല പ്രയത്നവും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വിശുദ്ധന്മാർക്കൊരിക്കലായി ഭരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിനു വേണ്ടി പോരാടേണ്ടതിന് പ്രബോധിപ്പിച്ചെഴുതുവാൻ ആവശ്യം എന്ന് എനിക്ക് തോന്നി. ദൈവത്തിൻ്റെ നടത്തിപ്പ് യൂദായ്ക്കുണ്ടാവുകയാണ്. പരിശുദ്ധാത്മാവിൽ പ്രേരിതനായി യൂദ താൻ എഴുതുവാൻ ആഗ്രഹിച്ചിരുന്ന വിഷയം മാറ്റിവെക്കുകയാണ്. പൊതുവായ രക്ഷയെക്കുറിച്ച് എഴുതുവാൻ ആഗ്രഹിച്ചിരുന്ന ആ ദൈവദാസനെ മറ്റൊരു വിഷയത്തിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തിരിച്ചുവിടും. കാരണം ആ കാലഘട്ടത്തിൽ ഇത് വളരെ അടിയന്തര പ്രാധാന്യമുള്ള വിഷയമായിരുന്നു. വിശുദ്ധന്മാർക്കൊരിക്കലായി ഭരമേൽപ്പിച്ച വിശ്വാസത്തിനു വേണ്ടി പോരാടുവാൻ. ഇവിടെ പ്രധാനപ്പെട്ട ഒരു സന്ദേശമുണ്ട്. കാലഘട്ടത്തിൻ്റെ ആവശ്യകത തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ സന്ദേശത്തിൻ്റെ മുൻഗണനകൾക്ക് വ്യത്യാസമുണ്ടാകും. ദൈവാത്മാവിൽ നടത്തപ്പെടുമ്പോൾ മാത്രമാണ് അങ്ങനെയുള്ള ദൈവിക നിയോഗങ്ങൾ ഉണ്ടാവുക. ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യകത എന്താണെന്ന് ദൈവത്തോട് അടുത്തിരിക്കുന്ന ദൈവദാസന്മാർക്ക് മനസ്സിലാവും. യൂദ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൻ്റെ ആവശ്യം പൊതുവായ രക്ഷയെക്കുറിച്ച് എല്ലാവരും അറിയണം എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് വിശ്വാസത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി ജാഗ്രതയുള്ളവരായിട്ട് മാറണം എന്ന കാഴ്ചപ്പാടിലേക്ക് ജനത്തെ മാറ്റുകയാണ്. സഭയ്ക്ക് എപ്പോഴും കേൾക്കുവാൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രം പ്രസംഗിച്ചതുകൊണ്ട് കാര്യമാകുന്നില്ല. ചില സമയങ്ങളിൽ സഭയ്ക്ക് ആശ്വാസത്തിൻ്റെ സന്ദേശം ആവശ്യമായിരിക്കാം, ചില സമയങ്ങളിൽ ധൈര്യത്തിൻ്റെ സന്ദേശം ആവശ്യമായിരിക്കാം, മറ്റു ചില സന്ദർഭങ്ങളിൽ തിരുത്തലിൻ്റെ ദൂതുകൾ സഭയ്ക്ക് ആവശ്യമായിരിക്കാം. എന്നും ഒന്ന് തന്നെ അല്ല. പൊതുവായ രക്ഷയെക്കുറിച്ച് എഴുതുവാൻ ആഗ്രഹിച്ചിരുന്ന യൂദായ്ക്ക് പെട്ടെന്ന് പരിശുദ്ധാത്മാവ് തോന്നിപ്പിച്ചത് പൊതുവിലുള്ള രക്ഷയെക്കുറിച്ചല്ല എഴുതേണ്ടത്, മറിച്ച് വിശുദ്ധന്മാർക്കൊരിക്കലായി ഭരമേൽപ്പിച്ചിരിക്കുന്ന അതിവിശുദ്ധ വിശ്വാസത്തിനു വേണ്ടി പോരാടണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് പ്രബോധിപ്പിക്കുവാനാണ് തോന്നലുണ്ടായത്. ഇത് നാം മനസ്സിലാക്കണം. ദൈവസഭയിലെ വചന ശുശ്രൂഷകളും ദൂതുകളും അത് ഒരു വ്യക്തിക്ക്, ഒരു സഭയ്ക്ക്
എന്താണോ ആ കാലഘട്ടത്തിൽ ആവശ്യം അതിനനുസരിച്ച് നൽകണം എന്നുള്ളതാണ് ഈ ലേഖനം പഠന സമയത്ത് തന്നെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുന്നത്. ജനത്തിന് ഇഷ്ടമുള്ളത് കൊടുക്കുക എന്നുള്ളതല്ല, ജനത്തിന് ഇഷ്ടമുള്ളത് കൊടുക്കുന്ന നിലവാരം ഇന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. കാലഘട്ടത്തിൽ എന്താണോ സഭയ്ക്ക് ആവശ്യം, ചിലപ്പോൾ അത് ധൈര്യത്തിൻ്റെതായ, ചിലപ്പോൾ ദുരുപദേശങ്ങളെ പ്രതിരോധിക്കുവാൻ ആവശ്യമായ സന്ദേശങ്ങളായിരിക്കാം, ചിലപ്പോൾ വിശുദ്ധിക്ക് വേണ്ടി നിൽക്കുവാനുള്ള സന്ദേശങ്ങളായിരിക്കാം. അത് കൊടുക്കുവാൻ ആണ് ഇന്നത്തെ ഈ വചന പഠനത്തിലൂടെ ദൈവം നമ്മോട് സംസാരിക്കുന്നത്. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. സ്വർഗീയ പിതാവേ, അവിടുത്തെ നല്ല വചനങ്ങൾക്കായിട്ട് നന്ദി പറയുന്നു. ദൈവാത്മാവിൽ നടത്തപ്പെടുന്നവർക്ക്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്നവർക്ക്, ആത്മനിറവുള്ളവർക്ക്, ദൈവവിളിയുള്ളവർക്ക്, കർത്താവെ, ഓരോ കാലഘട്ടത്തിലും എന്തെഴുതണം, എന്ത് ചെയ്യണം, എന്ത് പ്രവർത്തിക്കണം എന്ന് തോന്നിപ്പിക്കുന്ന പരിശുദ്ധാത്മാവ് ഇന്നും ഞങ്ങളുടെ നടുവിൽ പ്രവർത്തിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പിതാക്കന്മാരുടെ കാലത്ത് അവരെന്തെഴുതണം, എന്ത് പ്രവർത്തിക്കണം, എവിടെ പോകണം എന്നൊക്കെ ആത്മാവ് അവരുടെ ഹൃദയത്തിൽ ഇടപെട്ടതുപോലെ ഈ കാലഘട്ടങ്ങളിൽ ദൈവസഭയ്ക്കകത്ത് പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലുണ്ടാകണമേ. ക്രിസ്തുയേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ. ആമേൻ.